പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ യാത്ര കാരപ്പാറയിലേക്കായിരുന്നു. ഇന്നത്തെ നമ്മുടെ യാത്ര കേശവൻപാറ വ്യൂ പോയിന്റ് കാണുവാനാണ്. നെല്ലിയാമ്പതി കാരപ്പാറ റൂട്ട് തന്നെയാണ് കേശവൻപാറ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് അനുസരിച്ച് തിരിച്ചു വരുമ്പോൾ കാണാം എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ കാരപ്പാറയിലേക്ക് പോയത്. കാരപ്പാറയിലേക്ക് അതിരാവിലെയാണ് പോയത്. കാഴ്ചകൾ എത്രത്തോളം ക്യാമറയിൽ പതിഞ്ഞു എന്ന് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് തിരിച്ചുള്ള കാഴ്ചകളും പകർത്തിയിരുന്നു. അങ്ങോട്ടുള്ള യാത്രയിൽ ആസ്വദിക്കുവാൻ സാധിക്കാത്ത കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ചുള്ള യാത്ര തുടരുകയാണ് കേശവൻപാറയിലേക്ക്. മുൻ യാത്രയെ സൂചിപ്പിച്ചിരുന്നു, തേയിലക്കൃഷിക്ക് പേരുകേട്ട നാടാണ് നെല്ലിയാമ്പതി. അത് ഈ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കൂടാതെ ധാരാളം തേയില ഫാക്ടറികളും പല റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. തേയില ഫാക്ടറിയുടെ ഒരു ഫുൾ വീഡിയോ ഊട്ടി യാത്രയിൽ ചെയ്തിരുന്നു. അത് കാണാത്തവർ തീർച്ചയായും അത് കാണുക. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് കാരപ്പാറയിൽ നിന്ന് തിരിച്ച് കേശവൻപാറയുടെ അടുത്തെത്തി. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു പോയി വേണം വ്യൂ പോയിന്റിന്റെ അടുത്ത് എത്തുവാൻ. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ സൈറ്റിംഗ് കിട്ടുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഫോട്ടോസ് കണ്ടപ്പോൾ മനസ്സിലായത്. എല്ലാവരും ഉണ്ട്. ആനസാറ്, മലമുഴക്കി, മലയണ്ണാനും എന്ന് വേണ്ട എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ആരെങ്കിലും ഒക്കെ കാണാൻ സാധിക്കുമെന്ന കാര്യം. ടിക്കറ്റ് എടുത്ത് നടക്കുവാൻ തുടങ്ങി. കുറച്ചു ദൂരം നടക്കുവാനുണ്ട് എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. നടക്കുന്ന പാതയുടെ ഇരു സൈഡിലും ധാരാളം ചിത്രങ്ങളും വിവരണങ്ങളും നമുക്ക് കാണാം. അത്യാവശ്യം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ടിക്കറ്റ് എടുക്കുവാൻ ചെന്നപ്പോൾ തന്നെ അത് മനസ്സിലായി. മുന്നോട്ട് പോകുന്ന വഴിയുടെ സൈഡിലൂടെ ധാരാളം ചെറിയ ഇടവഴികൾ നമുക്ക് കാണാം. പക്ഷെ പലതും നോ എൻട്രി ആണ്. ബോർഡിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ സ്ഥലം പരിപാലിക്കുന്നത്. മുൻപ് എവിടെയോ വായിച്ചിരുന്നു. ഒരു സമയത്ത് സീതാർകുണ്ടിൽ ഒരു അപകടം സംഭവിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഇവിടേക്കുള്ള സന്ദർശനം നിരോധിക്കുകയും ചെയ്തിരുന്നു. കുറച്ചധികം ദൂരം നടന്നു എന്ന് തന്നെ പറയാം. വ്യൂ പോയിന്റിന്റെ അടുത്തെത്തി. ദൂരം നിന്ന് തന്നെ കാണാം അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു. എങ്കിലും അങ്ങ് അകലെ കാണുന്ന മങ്ങിയ കാഴ്ചകൾ കുറച്ചൊന്നുമല്ല കണ്ണിനെ ആകർഷിച്ചത്. ചുറ്റി നടന്ന് നമുക്ക് പ്രകൃതി ഒരുക്കി നൽകിയ കാഴ്ചകൾ കാണാം. കേശവൻപാറയുടെ മറ്റൊരു പ്രധാന ആകർഷണം ഇവിടെ നിന്ന് നോക്കിയാൽ പോത്തുണ്ടി അണക്കെട്ട് മുതൽ പടിഞ്ഞാറ് കുതിരാൻ മല വരെയുള്ള ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുമെന്നതാണ്. മാപ്പിൽ നോക്കുമ്പോൾ ഏകദേശം 20 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നും പോത്തുണ്ടി ഡാമിലേക്കുള്ളത്. നമ്മൾ ഇവിടേക്ക് വരുന്നത് ആ വഴി തന്നെയാണ്. മറ്റു വഴികളില്ല എന്നാണ് അറിവ്. തിരിച്ചു പോകുമ്പോൾ അവിടെയും കയറണം എന്നാണ് പ്ലാന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 20 കിലോമീറ്റർ അകലെയുള്ള കാഴ്ചകൾ പോലും ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് കേശവൻപാറ നെല്ലിയാമ്പതിയിലെ ഒരു പ്രധാന ആകർഷണമായി മാറിയത്. കാഴ്ചകളുടെ ഭംഗി നമുക്ക് എടുത്തു പറയാം, ഒപ്പം അപകട സാധ്യതയും. മുൻപ് ഇവിടേക്കുള്ള സന്ദർശനം നിരോധിക്കുവാനുള്ള പ്രധാന കാരണവും അപകട സാധ്യത കണക്കിലെടുത്താണ്. മഴയുള്ളപ്പോൾ കാല് സ്ലിപ്പാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങ് താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ബാരിക്കേഡുകൾ കാണാം. ഒരു പരിധി വരെ അവ നമുക്ക് സംരക്ഷണം നൽകും. എങ്കിലും നന്നായി ശ്രദ്ധിക്കുക തന്നെ വേണം. അത്രയ്ക്ക് അപകടം നിറഞ്ഞ സ്ഥലമാണിത്. ഒരു ചെറിയ ജലസംഭരണി ഇവിടെ കാണാം. ആ ബോർഡിൽ എന്തോ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ എഴുത്തു മാഞ്ഞു പോയതിനാൽ കൃത്യമായി വായിച്ചു മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. എന്തോ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് നിർമ്മിച്ചതാണ് ഇത് എന്നാണ് ഏകദേശ ഐഡിയ. കൃത്യമായി അറിയുവാൻ സാധിക്കാത്തത് കൊണ്ട് കൂടുതലായി പറയുവാൻ കഴിയുന്നില്ല.
വാക്കുകൾ കൊണ്ട് നിറം ചാർത്തുവാൻ സാധിക്കുന്ന കാഴ്ചകളല്ല നാം അവിടെ കാണുക. മേഘങ്ങൾ പോലെ തെന്നി നീങ്ങുന്ന ഇളം മഞ്ഞി തട്ടി വരുന്ന ഇളം കാറ്റിനൊപ്പം കണ്ണിനെ മയക്കുന്ന ഹരിതവർണ്ണ കാഴ്ചകൾ. എടുത്തു നിൽക്കുന്ന പച്ചപ്പിന്റെ സൗന്ദര്യത്തിന് മാത്രം നമ്മുടെ കണ്ണുകൾ വിട്ടു നൽകാതെ വെല്ലുവിളി ഉയർത്തി തന്നെ അങ്ങ് ദൂരെ സ്ഥിതി ചെയ്യുന്ന നീലവർണ്ണ ജലാശയം. അതിനും അകലെ മേഘങ്ങളെ ചുംബിക്കുമാർ ഉയർത്തി നിൽക്കുന്ന പച്ച പുതച്ച മലനിരകൾ. പോയി കണ്ട് ആസ്വദിക്കേണ്ട മായക്കാഴ്ചകൾ തന്നെ എന്നതിൽ തർക്കമില്ല. എത്രയോ നേരം അവിടെ തന്നെ ചെലവഴിച്ചു എന്നും അറിയില്ല. ചെറിയ ഇടവേള നൽകിയാണ് ഞങ്ങൾ തിരികെ പോന്നത്. അവസരം കിട്ടുമ്പോൾ യാത്രകൾ തുടരുകയാണ്. മറ്റൊരു യാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.